ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തമ്പുരാനെ, നിന്റെ കുരിശിൻ്റെ ശക്തിയാലും നീ ചിന്തിയ തിരുരക്തത്തിൻ്റെ ശക്തിയാലും എല്ലാ ദുഷ്ടവിചാരങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തരുളണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അല്പം കൗതുകമുണ്ട്, അല്പം ഗൗരവമുണ്ട്. ആദ്യം നിങ്ങൾ എന്നോട് മറുതലിക്കും. ഞാൻ ആ ചോദ്യം ചോദിക്കുന്ന പാടെ നിങ്ങളുടെയൊക്കെ പുരികം ചുളിയും. നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛനെ അവിടെ വന്ന് ഞങ്ങൾ ഇടിക്കണോ എന്നൊക്കെ ചോദിച്ചു പോകാവുന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾക്കൊന്നും ചോദിക്കുന്നില്ല, നമുക്ക് പിശാചു ബാധയുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉടനെ നമ്മൾ ഞെട്ടും. പിശാചു ബാധയോ? പിശാചു ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകപ്പാടെ കുരയ്ക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്ത് നുരയും പതയും ഒക്കെ പുറപ്പെടുവിച്ച് ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്ന ആ കാര്യമല്ലേ പിശാചു ബാധ? തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതൊന്നും അല്ല കേട്ടോ പിശാചു ബാധ. നമ്മളിപ്പോൾ കാണുന്ന ചില വീഡിയോസിൽ പോലും പിശാചു ബാധയായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. അങ്ങനെ ഉണ്ടാകാം പിശാചു ബാധ. പക്ഷേ പിശാചു ബാധ മുഴുവൻ അങ്ങനെയാണെന്ന് വിചാരിച്ചേക്കരുത്. പിശാചു ബാധ എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ് പിശാചു ബാധ. അതായത് പിശാച് ഇങ്ങനെ ഒരു ക്രൗര്യഭാവം, ഭീവത്സഭാവമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിശാച് തന്നെയാണ്. അതുകൊണ്ട് അവനാ നേട്ടമുള്ളത്. കാരണം അങ്ങനെ നമ്മൾ അവനെ അങ്ങ് മാർജിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കുക, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, പിശാച് പ്രലോഭകനാണ്. പ്രലോഭകനാണെങ്കിൽ അവൻ സുന്ദരനാണ്, നമ്മളെ ആകർഷിക്കാൻ മാത്രം കഴിവുള്ളവനാണ്, ഒക്കെയാണ്. അതുകൊണ്ട് പിശാച് ഇങ്ങനത്തെ വികൃത ഭാവങ്ങൾ കാണിക്കുന്ന ഒന്നാണ് പിശാചെന്നും പിശാച് ബാധയെന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഇത് വ്യത്യാസം കൃത്യം മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞു തരാം. പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാർന്നോന്മാരും കാർന്നോത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കാലത്തെ സിനിമകളിലൊക്കെ വില്ലനെ കണ്ടാൽ ഉടനെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അല്ലേ? അന്നത്തെ കാലത്തെ വില്ലൻ ആരായിരിക്കും? ഉമ്മറൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്തെ വില്ലൻ. അല്ലെങ്കിൽ കൊട്ടാരക്കരയും അവരൊക്കെ ആയിരിക്കും ആ കാലത്തെ വില്ലന്മാർ. വില്ലന്മാരെ കണ്ടാൽ ഉടനെ, സ്ക്രീനിൽ വന്നാലുടനെ നമുക്ക് മനസ്സിലാകും എന്താണ്, ഇതാണ് വില്ലൻ. അതൊരു പക്ഷേ ഈ ഒരു കണ്ണ് മറച്ചിട്ട് ഒരു തുണിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കൂളിംഗ് ഗ്ലാസ് കാണും, ഇവിടെ ഒരു മറുക് കാണും, ഒരു ഉണക്കമുന്തിരി എടുത്ത് ഇവിടെ വെച്ചിട്ട് വില്ലൻ കളിക്കും. അല്ലെങ്കിൽ ഒരു പൈപ്പ് കാണും സ്മോക്ക് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ വില്ലൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് വില്ലൻ. കാര്യം മനസ്സിലായി. പക്ഷേ ഇന്നത്തെ സിനിമയിൽ വില്ലനെ കണ്ടാൽ മനസ്സിലാകുമോ? ഇല്ല. നമ്മൾ അവസാനം വരെ നോക്കിയിരിക്കണം. ചില സിനിമകൾ ട്വിസ്റ്റാണ്. വില്ലൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. ചിലപ്പോൾ നായകനെക്കാട്ടിലും സുന്ദരനായിരിക്കും വില്ലൻ. നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് കളയും. പ്രിയമുള്ളവരെ, പിശാച് അതുപോലെയാണ്. അതായത് നമ്മൾ അവസാനം വരെ സൂക്ഷ്മതയോടെ നോക്കിയിരുന്നാലേ വില്ലനെ മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ വില്ലനെ കിട്ടില്ല. കണ്ടപാടെ മനസ്സിലാകാൻ മാത്രം അത്രമേൽ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കില്ല പിശാച് വരുന്നത്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് ഈ വിഷയം ഗൗരവമുള്ളതാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ പിശാചു ബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന, ഈ വിഷയം നമുക്ക് ധ്യാനിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ഗലീലിയയിലെ ഒരു പട്ടണമായ ഖഫർനാമിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടുകൂടിയായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ. ഞാൻ ആദ്യം പിശാചു ബാധയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്കോ പിശാചുബാധ, അച്ഛനോ പിശാചുബാധ. കുർബാന അർപ്പിക്കുന്ന അച്ഛൻ, കുർബാന കൂടുന്ന ഞങ്ങൾ എപ്പോഴും പള്ളിയിലാണ്. ശാലോം TV എപ്പോഴും ഞങ്ങൾ ഓണാക്കി വെച്ചിരിക്കുകയാണ്. വചനം ഞങ്ങൾ കേൾക്കാറുണ്ട്, കുർബാന ഞങ്ങൾ കാണാറുണ്ട്, ജപമാല ഞങ്ങളും കൂടെ ഇരുന്ന് ചൊല്ലാറുണ്ട്. ഞങ്ങൾക്ക് പിശാചുബാധ വരാൻ സാധ്യതയുണ്ടോ അച്ചോ എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ പിശാചുബാധിതനെ ഈശോ കണ്ടത് എവിടെ വെച്ചാണ്? സിനഗോഗിലാണ് പിശാചുബാധിതൻ വന്നിരിക്കുന്നത്. അതായത് സിനഗോഗിനകത്ത് ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് പിശാചുബാധയ്ക്ക് നമ്മൾ അധീനരാണ് എന്നർത്ഥമില്ല. സിനഗോഗിനകത്തിരിക്കുന്നവരിലും പിശാചുബാധ ഉണ്ടാകാം. പിന്നെ പിശാചുബാധിതൻ സിനഗോഗിനകത്തും കയറിയിരിക്കാം. അങ്ങനെ രണ്ട് കാര്യം മനസ്സിലാക്കണം. സിനഗോഗിനകത്തുള്ളവർക്കും പിശാചുബാധ ഉണ്ടാകാം, പിശാചുബാധയുള്ളവൻ സിനഗോഗിനകത്തും കയറിയിരിക്കാം. അതായത് നമ്മൾ പ്രാർത്ഥനയുടെ ദൈവാരാധനയുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആരും പിശാചിന്റെ കെണികൾക്ക് അധീനരല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുകളിലല്ല നമ്മളൊക്കെ പ്രോൺ ടു ദാറ്റ്, വീഴാൻ സാധ്യതയുള്ളവരാണ് നമ്മളൊക്കെ പിശാചിന്റെ കെണികളിൽ. അത് മനസ്സിലാക്കിയിട്ട് എളിമയോടെയാണ് നമ്മൾ ഈ വിഷയം ധ്യാനിക്കേണ്ടത്. ഇനി പിശാചുബാധ നമുക്കുണ്ടോ എന്നതിൻ്റെ 3 സൂചനകൾ തരികയാണ് ഞാൻ. നിങ്ങൾ വീണ്ടും ചിരിക്കുന്നുണ്ടാകും, അച്ഛൻ എപ്പോഴും കാണും 3, 4 എണ്ണമെന്നൊക്കെ. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിശാചുബാധ ഉണ്ടോ എന്നതിൻ്റെ 3 സൂചനകൾ തരികയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഇവൾക്ക് കാണും പിശാചുബാധ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ അമ്മച്ചിയുടെ മുഖത്തോട് നോക്കണ്ട. നമ്മളേക്ക് മാത്രം നോക്കിയാൽ മതി ഈ 3 സൂചനകൾ. ഒന്നാമത്തെ സൂചന, അതായത് ഈ പിശാചുബാധിതൻ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈശോയെ നോക്കി പറഞ്ഞ 3 വാക്യങ്ങളാണ് പിശാചുബാധയുടെ സൂചനകൾ. ഒന്നാമത്തത്, എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതായത് എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട്, ദൈവമേ നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നതെന്ന് ചോദിച്ചോ, അപ്പോഴൊക്കെ നമ്മളിൽ പിശാചുബാധയുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണ്. തിരിച്ചറിയണം. മനസ്സിലാക്കി തരാം എന്താന്നുള്ളത്. അതായത് തമ്പുരാൻ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, കുർബാന മുടക്കുന്നില്ല, നല്ല കാര്യമാണ്. മനസ്സിലായില്ലേ? ആരാധനയൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ കാര്യമൊക്കെ കൊള്ളാം, നീ കർത്താവാണ്, ദൈവമാണ്, പള്ളിയിലിരുന്നു, ഞങ്ങൾ ആരാധിച്ചോളാം, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിലോട്ട് കയറി ഇടപെട്ടേക്കരുത് എന്നതാണ് നമ്മുടെ ഒരു ലൈനെങ്കിൽ, ഒരു ശൈലിയെങ്കിൽ, അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ പിശാചുബാധയുടെ ലാഞ്ചനകളുണ്ട്. ഞാൻ വിശദമാക്കി തരാം. അതായത് അപ്പൻ പറയുകയാണ് കർത്താവിനോട്, കർത്താവേ നിനക്ക് ആരാധന, നിനക്ക് മഹത്വം, നിനക്ക് സ്തോത്രം ഒക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ വ്യാപാര മേഖലയിൽ, എൻ്റെ ബിസിനസ്സിൽ നീ കയറി ഇടപെട്ടേക്കരുത്. എന്താ കാര്യം? ഇടപെട്ടാൽ ഇനി കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവേ അവിടെ ഇരുന്നു. അമ്മ പറയുകയാണ്, കർത്താവെ സംഭവം കൊള്ളാം, നീ ദൈവമാണ്, പക്ഷേ എൻ്റെ വീട്ടകത്തിലേക്ക് നീ വന്ന് ഇടപെടരുത്. ഇടപെട്ടാൽ എനിക്ക് ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, പരദൂഷണം പറയാൻ പറ്റത്തില്ല, കുശുമ്പും കുന്നായ്മയും പറയാൻ പറ്റത്തില്ല. നീ വന്നാൽ എനിക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് നീ അവിടെ ഇരുന്നു. മക്കൾ പറയുകയാണ്, കർത്താവെ വീണ്ടും നിനക്ക് ആരാധന, പക്ഷേ ഞങ്ങളുടെ സ്കൂളിലേക്ക്, കോളേജിലേക്ക് നീ വരരുത്. വന്ന് ഇടപെട്ടാൽ ഞങ്ങൾ കോപ്പി അടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അലസരായിട്ട് നടക്കാൻ പറ്റില്ല. ദൈവം ഇടപെട്ടാൽ ജീവിതം മാറേണ്ടി വരും. അതുകൊണ്ട് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്, കർത്താവ് തമ്പുരാനെ നീ സക്രാരിക്കകത്ത് ഭദ്രമായിട്ട് നിന്നെ പൂട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ, നീ അവിടെ സുരക്ഷിതനായിട്ട് സുഖമായിട്ടിരുന്നോ, ഞങ്ങളെല്ലാം ഞായറാഴ്ചയും വന്ന് കുമ്പിട്ട് ആരാധിച്ചോളാം, ബാക്കി 6 ദിവസം ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല. അങ്ങനെ പറയുന്ന ശൈലിയാണ് നമ്മുടേതെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ പിശാചുബാധയുണ്ട്. ശരിക്കും അത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം? പിന്നെ എന്താ? ഞായറാഴ്ച ഒരു ദിവസം എടുത്തണിയാനുള്ള ആഭരണമാണ് നമുക്ക് നമ്മുടെ വിശ്വാസം. ഞായറാഴ്ച രാവിലെ ഭംഗിയായിട്ട് ഈ ആഭരണമൊക്കെ ഇട്ട്, ഏതാഭരണം? ദൈവവിശ്വാസത്തിന്റെ ആഭരണം ഇട്ട് നമ്മൾ വിശ്വാസി ചമയും, ക്രിസ്ത്യാനി ചമയും. പിന്നെയോ വൈകുന്നേരം അതുകൊണ്ട് ഊരി വെച്ചിട്ട് പിന്നത്തെ 6 ദിവസം നമ്മൾ ക്രിസ്ത്യാനികളല്ല, ദൈവത്തെ അറിയാത്തവരെ പോലെ നമ്മൾ ജീവിക്കും. നീതി കാണില്ല ജീവിതത്തിൽ, കള്ളത്തരങ്ങൾ ഏറെ ഉണ്ടാകും, അതിക്രമങ്ങൾ കാണിക്കും, അധർമ്മം കാണിക്കും നമ്മൾ. എന്നിട്ട് പിന്നത്തെ അടുത്ത ഞായറാഴ്ച വീണ്ടും വിശ്വാസത്തിന്റെ ആഭരണം എടുത്തണിയും. നമ്മൾ പറയുന്നത് എന്താ? ദൈവമേ നീ ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടേക്കരുതേ. പിശാചുബാധയുടെ ലക്ഷണമാണ്. കർഷകനായ ആ വൃദ്ധ മനുഷ്യൻ പൊട്ടുമത്തങ്ങയുടെ പുറത്ത് വരച്ച കുരിശു പോലെയാണ് നമ്മുടെ വിശ്വാസം. എന്താ സംഭവം? ഈ മത്തങ്ങയൊക്കെ പൊട്ടായിട്ട് കിടക്കുമ്പോഴേ കുരിശ് വരച്ചിട്ടേക്കും പുറത്ത്, പള്ളിക്കുള്ളതാണെന്നുള്ള സൂചനയോടെ. മത്തങ്ങ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ കുരിശും ഈ പുറം തോളിൽ വളർന്ന് വലുതാകും. ഒരിക്കലും ഈ കുരിശ് അകത്തേക്ക് കയറിയിട്ടില്ല. നമ്മുടെ നെറ്റിയിൽ വരച്ച കുരിശും പലപ്പോഴും ഒക്കെ ഈ മത്തങ്ങയുടെ പുറന്തോടിലെ കുരിശ് പോലെയാണ്.
പുറത്തീ കുരിശുണ്ട്, അകത്തേക്ക് ഉള്ളറകളിലേക്ക് ദൈവത്തെ കടത്തിവിടാറില്ല. വെളിപാട് പുസ്തകത്തിലെ ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നിരുന്നെങ്കിൽ അതിനകത്ത് പ്രവേശിച്ച് അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമായിരുന്നു. ഇപ്പോഴും ദൈവം ചോദിക്കുകയാണ്, ഇടപെട്ടോട്ടെ വേണ്ട കർത്താവേ. പിശാചു ബാധയുടെ രണ്ടാമത്തെ സൂചന, പിശാച് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അതാണ്. ഞാനിത് വേഗം ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ചോളാം, മുഴുവൻ അങ്ങനെ സമയം എടുത്ത് പോകുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അതായത് ആദ്യത്തെ ചോദ്യം, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? രണ്ടാമത്തെ ചോദ്യം, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നില്ല. ഒരൊറ്റ സൂചന, അതായത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മളെ നശിപ്പിക്കും എന്ന ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ക്ലിയർ കട്ടാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം എന്നെ നശിപ്പിക്കുമെന്ന്, അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കുന്നത് ദൈവമാണെന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു, അത് പിശാചു ബാധയുടെ ലക്ഷണമാണ്. പിശാചു ബാധ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുന്നു, നമ്മളുടെ ദൈവികത പതുക്കെ കെട്ടടങ്ങിപ്പോകുന്നു. ദൈവം എന്നെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാശത്തിന് കാരണം ദൈവമാണെന്ന്, ദൈവം എന്നെ നശിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മളിൽ പാപം അടിഞ്ഞുകൂടിയിരിക്കുന്നു, പിശാച് നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ദൈവം നശിപ്പിക്കും. ദൈവം നശിപ്പിക്കും ആരെയെന്നറിയാമോ? പാപത്തെ. അപ്പോൾ പാപം ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുക, അതിൻ്റെ അർത്ഥം നമ്മൾ പിശാച് ബാധിതരായി കഴിഞ്ഞു ഓൾറെഡി. അപ്പം അതുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, പാപത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് പിശാച് ചോദിക്കുന്നത്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അതെ, നശിപ്പിക്കാൻ തന്നെയാണ്. പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഈശോ തമ്പുരാൻ നശിപ്പിക്കും. ഇപ്പം 2 സൂചനകൾ കിട്ടി. 3-ാമത്തെ സൂചന, ഈ സൂചന പേടിയുള്ളൊരു കാര്യമാണ്. അതായത് ഇത് കണ്ടോ, ഈ 2 കാര്യം ദൈവത്തോട് കയർത്തവനാണ് പിശാച്. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? രണ്ടാമത്തെ എന്തായിരുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? 3-ാമത് പിശാച് പറയുന്ന കാര്യം ചോദ്യമല്ല. അത് ശ്രദ്ധിച്ചു നോക്കിയേ. പിശാച് പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പിശാച് പ്രഖ്യാപിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് എനിക്കറിയാമെന്ന്. ഈശോ എന്താ ആഗ്രഹിച്ചത് ഈ ഭൂമിയിലെ പരസ്യജീവിത കാലത്ത്? എല്ലാവരും അറിയണം. അതായത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇവർ തിരിച്ചറിയണം, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന്, ദൈവപുത്രനാണെന്ന്. അതുകൊണ്ടാണ്, അത് അറിയാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനോടൊക്കെ ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് എല്ലാവരും പറയുന്നത്? അപ്പോൾ അവർ ഏലിയ, മോശ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. പറയുന്നു, മാംസരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇത് തിരിച്ചറിയണം. ഇത് മെസ്സിയാനിക് സീക്രട്ട്, മിശിഹ രഹസ്യം ഇതാണ്. ഇതെല്ലാവരും അറിയേണ്ടിയിരുന്നതാണ്. പക്ഷേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചെടുത്തൊരു കാര്യം പിശാച് വന്ന് കൂളായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ചോ ഇതാണോ പിശാചു ബാധയുടെ ലക്ഷണം? അതെ, ഇത് പിശാചു ബാധയുടെ ലക്ഷണമാണ്. എങ്ങനെയെന്നറിയാമോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ അധരം കൊണ്ടുള്ള ഏറ്റുപറച്ചിലൊക്കെ പിശാചു ബാധയുടെ ലക്ഷണമാണ്. ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ നീ ദൈവപുത്രനാണ്, സർവശക്തനാണ്, പരമപരിശുദ്ധനാണെന്നൊക്കെ എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും അതൊക്കെ പിശാചു ബാധയുടെ ലക്ഷണമാണ്. ദൈവത്തെ സർവശക്തനായിട്ടും പരമപരിശുദ്ധനായിട്ടും ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാളും ക്രിസ്ത്യാനിയാകില്ല, വിശ്വാസിയാകില്ല. കാരണം പിശാചുക്കളും അത് ചെയ്തിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കണം സുവിശേഷത്തിൽ. പിശാചു ബാധയിൽ നിന്ന് ഈശോ ആൾക്കാരെ വീണ്ടെടുത്തപ്പോഴൊക്കെ, പിശാചുകളെ ആട്ടിപ്പുറത്താക്കിയപ്പോഴൊക്കെ പിശാചുകൾ ഇത് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം. അറിവല്ല പ്രിയപ്പെട്ടവരെ ആത്മീയത. അറിവ് അതിൻ്റെ ഒരു തലമയാകുന്നുള്ളൂ. ഹൃദയത്തിൽ അത് കൊത്തിയിടണം. ഒരിക്കലും മായാത്ത നാരായ മുന കൊണ്ട് എഴുതിയിടണം ഹൃദയത്തിൽ, എൻ്റെ ദൈവം സർവശക്തനാണെന്നും പരമപരിശുദ്ധനാണെന്നും. അതില്ലാതെ വെറുതെ നടത്തുന്ന ഈ അധര വ്യായാമങ്ങളുണ്ടല്ലോ, അതൊക്കെ പിശാചു ബാധയുടെ ലക്ഷണങ്ങളാണ്. പിശാചു ബാധയുടെ 3 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത്
ദൈവമേ നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന ചോദ്യം. രണ്ടാമത്തത്, ദൈവം എന്നെ നശിപ്പിക്കുമെന്ന ഭയം. നശിപ്പിക്കും, സംശയമില്ല, തിന്മയെ ദൈവം നശിപ്പിക്കും. അങ്ങനെ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ തിന്മയുണ്ടെന്നാണ്. മൂന്നാമത്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. ആ അറിയാമെന്നുള്ള പറച്ചിലിൽ പിശാചുബാധയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിലില്ലാത്ത ഒരു കാര്യം വെറുതെ പറയുകയാണ്, അറിവ് പറയുകയാണ്. ആരാധിക്കാൻ മനസ്സില്ല, ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹമില്ല. പിശാചിന് ഈ പിശാചു ബാധയിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ഇവന് ആഗ്രഹമില്ല, പക്ഷെ അവൻ അറിവേറ്റു പറയുന്നുണ്ട്, എനിക്കറിയാം ഇവിടെ നീ ആരാന്ന്. ചിലപ്പോൾ നമ്മുടെയൊക്കെ കുർബാന അർപ്പണങ്ങളും വിശ്വാസ പ്രമാണങ്ങളൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പേടിക്കണം നമ്മൾ, ഇതുപോലാണ് നമ്മൾ പറയുന്നതെന്നുള്ളത്. വിശ്വാസ പ്രമാണം വലിയ കാര്യമായിട്ട് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അപ്പോഴും ജീവിതത്തിൽ മാറ്റമൊന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇതല്ലേ ഈ പിശാച് ബാധിതൻ പറഞ്ഞ പോലെ തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കണം നമുക്കത്. പിശാചു ബാധയിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നേ പറ്റൂ. ഗനസറത്ത് ഈശോ 2 പിശാചു ബാധിതരെ സുഖപ്പെടുത്തിയ സംഭവം നമുക്കറിയാവുന്നതാണ്. ഞാനത് വായിച്ചു പോകുന്നില്ല. ഗനസറത്ത് ഈശോ എത്തിയപ്പോൾ 2 പിശാചു ബാധിതർ, അവർ കല്ലറകളിലാണ്, ശവകുടീരങ്ങളിൽ ജീവിച്ചവർ, അവർ വന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, ഇത് തന്നെയാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, പോയി പന്നിക്കൂട്ടത്തിലേക്ക് പോയി കയറിക്കോളം. അവർ ചോദിച്ചനുസരിച്ച് ഈശോ അനുവദിക്കുന്നുണ്ട്, പന്നിക്കൂട്ടത്തിലേക്ക് പോയി കയറാൻ പറയുന്നുണ്ട്, കയറിക്കോളാൻ അനുവദിക്കുന്നുണ്ട്. ഈ പന്നിക്കൂട്ടമോ കീഴ്ക്കാൻ തൂക്കായ പാറമേൽ നിന്ന് താഴേക്ക് ചാടി കടലിൽ ചാടി ചാകുകയാണ് പന്നിക്കൂട്ടങ്ങൾ. ഉടനെ ഗ്രാമവാസികൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഗ്രാമവാസികൾ വന്ന് പറഞ്ഞ കാര്യം, ദയവ് ചെയ്ത് ഞങ്ങളുടെ നാട് വിട്ടു പോകണം. അപ്പോൾ ആർക്കായിരുന്നു പിശാചുബാധ? ആ 2 പേർക്ക് മാത്രമല്ല പിശാചുബാധ, പിന്നെയോ ഒരു ഗ്രാമത്തിന് മുഴുവൻ പിശാചുബാധയായിരുന്നു. ആ 2 പേർക്ക് മാത്രമല്ല പിശാചുബാധ, ഒരു ഗ്രാമത്തിന് മുഴുവൻ പിശാചുബാധയായിരുന്നു. കാരണം ഈ ചോദ്യം തന്നെയാണ് അവരും ആവർത്തിച്ചത്, ദൈവമേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതേ, പൊക്കോ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ ജീവിതത്തിൽ ഗൗരവമായിട്ട് എടുക്കാൻ മനസ്സില്ലെങ്കിൽ, ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ദൈവത്തെ വെക്കാൻ മനസ്സില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മളിലൊക്കെ പിശാചുബാധയുടെ ലക്ഷണമുണ്ട്. ഇപ്പോൾ സുഖമാണെന്നും സന്തോഷമാണെന്നും തോന്നും, പക്ഷെ പിശാച് നമ്മളെ തകർത്ത് കളയുമെന്ന് ഓർത്തേക്കണം. ഇത് വെറുതെ പറയുന്നതല്ല, പിശാച് നമ്മളെ തകർത്ത് കളയും. പിന്നെ ഞാനിത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ മറക്കുന്നതെന്ന് അല്ല, അങ്ങനെയുമല്ല. അതാണ് ഈ കാലത്തെ പ്രലോഭനം. അതായത് എന്തെങ്കിലും കള്ളു കുടിക്കാൻ വേണ്ടിയോ അല്ല, അതിനു വേണ്ടിയിട്ടല്ല ദൈവത്തെ മറക്കുന്നത്. അച്ഛാ ഞാൻ കള്ളു കുടിക്കാറില്ലല്ലോ, ഇല്ല. പിന്നെ കള്ളക്കച്ചവടം നടത്താൻ വേണ്ടി അല്ല, അതിനു വേണ്ടിയിട്ടും അല്ല. പിന്നെ ഒരു പാപപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തെ മറക്കുന്നത്, പക്ഷേ നമ്മൾ നന്മയെന്ന് ധരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ 3 ഉദാഹരണങ്ങൾ പറയാം, അത് മനസ്സിൽ കിടന്നോട്ടെ. ഇന്നത്തെ നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കേണ്ട 3 ഉദാഹരണങ്ങൾ. ഈശോ സുവിശേഷത്തിലൊരു വിരുന്നിൻ്റെ കഥ പറയുന്നുണ്ട്. വിരുന്നൊക്കെ ഒരുക്കപ്പെട്ടു, ക്ഷണം നേരത്തെ പോയായിരുന്നു, നേരത്തെ ക്ഷണം പോയി, ക്ഷണം അവരൊക്കെ സ്വീകരിച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദാസന്മാരെ അയച്ചു. ദാസന്മാരെ അയച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എന്താണ്, ഞാൻ 2 ജോഡി കാളയെ വാങ്ങി. അടുത്തയാൾ പറഞ്ഞു, ഞാൻ നിലം വാങ്ങി, എനിക്ക് നിലം പോയി കാണണം. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ഈ 3 കാര്യങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തോ. ഒന്നാമത്തവൻ പറഞ്ഞ കാര്യം, ഞാൻ നിലം വാങ്ങി, അതുകൊണ്ട് എനിക്ക് വരാൻ സൗകര്യമില്ല. ദൈവത്തിൻ്റെ വിരുന്നിനെ നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാരണം എൻ്റെ വ്യാപാരത്തെ, എൻ്റെ കൃഷിയെ, എൻ്റെ വ്യാപാരം, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, ഇതിൻ്റെ പേരും പറഞ്ഞായിരിക്കും നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവത്തെ സൗകര്യപൂർവ്വം അവഗണിച്ച് കളയുന്നത്, കുർബാന മുടക്കുന്നത്, മറ്റ് ഭക്താഭ്യാസങ്ങൾ മുടക്കുന്നത്. നമ്മുടെ ജോലി ഓർത്തേക്ക്, നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയോ ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രലോഭനമാണെന്ന് തിരിച്ചറിഞ്ഞേക്കണം. ദൈവം കഴിഞ്ഞിട്ട് മതി നമ്മുടെ ജോലിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ കൃഷിയും ഒക്കെ. രണ്ടാമത്തത്, 2 ജോഡി കാളകളെ വാങ്ങി. എൻ്റെ പൊസഷൻസ്, എൻ്റെ സ്വന്തമായ എൻ്റെ സ്വത്തുക്കൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി തുടങ്ങും ചിലപ്പോൾ. എൻ്റെ വീട്, എൻ്റെ കാറ്, അങ്ങനെ എൻ്റെ സ്വത്തുക്കൾ എന്നെ
ഞാൻ വ്യാപരിക്കുന്ന മേഖലയാണ്, ഞാൻ ഏർപ്പെടുന്ന തൊഴിൽ മേഖലയാണ്. രണ്ടാമത്തത് എൻ്റെ സ്വത്തുക്കൾ എൻ്റെ ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടല്ലേ പട്ടിണി കിടന്നപ്പോൾ പള്ളി വന്നവന്, പട്ടിണി കിടന്നപ്പോൾ ദൈവത്തെ വേണ്ടവന്, വീട് വലുതായപ്പോൾ കാറുകളുടെ എണ്ണം കൂടിയപ്പോൾ ദൈവത്തെ വേണ്ടതായി പോകുന്നത്? പറഞ്ഞില്ലേ ഞാൻ, ഈ കാലത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നത് പാപം ചെയ്യാൻ വേണ്ടിയൊന്നും ആകണമെന്നില്ല. നന്മയെന്ന് നമ്മൾ ധരിക്കുന്ന ചില കാര്യങ്ങൾ കാട്ടി തന്നെയാണ് പിശാച് നമ്മളെ കെണിയിൽ വീഴ്ത്തുന്നത്. മൂന്നാമത്തത്, ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വിരുന്നിന് വരാൻ വയ്യ. വിരുന്ന് എത്രമേൽ വിലപ്പെട്ടതാണെന്ന് അറിയാവുന്നവൻ വിരുന്നിനെ ഒഴിവാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഞാൻ കല്യാണം കഴിച്ചു. അതായത് ചില ബന്ധങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ഞാൻ ഈ ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ വിചാരിക്കരുത് ചില പ്രണയബന്ധങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, തെറ്റായ ബന്ധങ്ങളാണ് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അല്ലെന്നേ, അതൊന്നുമല്ല. സ്വന്തം മക്കള്, നമ്മുടെ സ്വന്തം മക്കളെക്കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കുമ്പോൾ, ദൈവത്തെക്കാൾ ഗൗരവമായിട്ട് സ്വന്തം മക്കളെ എടുക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവത്തെ സൗകര്യപൂർവ്വം മറന്നു കളയും. ജീവിത പങ്കാളിയെ ദൈവത്തെക്കാൾ കാര്യമായിട്ട് എടുക്കുമ്പോൾ മറന്നു കളയും. ഇതിനൊക്കെയുള്ള ഉദാഹരണമായിട്ട് അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാം. പ്രിയമുള്ളവരെ, ഷാലോമിൽ ഇപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമൊക്കെ ആയി. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട്, നിങ്ങൾ കണക്കെടുത്തോ, കഴിഞ്ഞ 20-25 വർഷമായിട്ട് കത്തോലിക്ക സഭയിൽ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? കഴിഞ്ഞ 20-25 വർഷമായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? പള്ളികളുടെ എണ്ണം കൂടിയില്ലേ? കൂടി. പള്ളികളുടെ വലിപ്പം കൂടിയില്ലേ? കൂടി. പള്ളിക്കകത്തെ ആളുകളുടെ എണ്ണം കൂടിയില്ലേ? കൂടി. ദിവ്യകാരുണ്യ ആരാധനകൾ കൂടിയില്ലേ? കൂടി. നൊവേനകൾ കൂടിയില്ലേ? കൂടി. ധ്യാനങ്ങൾ, കരിസ്മാറ്റിക് ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ എണ്ണം കൂടിയില്ലേ? എണ്ണം കൂടി. ധ്യാന കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിയില്ലേ? കൂടി. എല്ലാം കൂടുന്നുണ്ട്. മനസ്സിലായല്ലോ? കഴിഞ്ഞ 20-25 വർഷമായി കത്തോലിക്ക സഭയിൽ ഒന്നിൻ്റെയും കുറവില്ല. നമുക്ക് എല്ലാം വളരുകയാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് നമുക്കുള്ള വിശ്വാസമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കുള്ള വിശ്വാസം ഇല്ല എന്നുള്ളത് എല്ലാ കാരണവന്മാർക്കും അറിയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും കൃത്യമായിട്ട് അറിയാം കൊച്ചുമക്കൾക്ക് ഈ പാവങ്ങളുടെ അത്ര വിശ്വാസം ഇല്ല എന്ന കാര്യം. അപ്പോൾ എന്താ പ്രശ്നം? എല്ലാം വളർന്നു, എല്ലാം കൂടി, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പുറത്ത് വിശ്വാസം കുറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു കോൺക്രീറ്റ് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടുതലും ഒരു ഐഡിയയുടെ തലത്ത് നിൽക്കുന്നതാണ്. ഇത് കോൺക്രീറ്റ് ആണ്, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 20-25 വർഷമായിട്ട് എല്ലാം കൂടിയപ്പോഴും കുറഞ്ഞു പോയ ഏതെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. വളരെ വ്യക്തമായിട്ടും പ്രകടമായിട്ടും കുറഞ്ഞു പോയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥന, വൈകുന്നേരത്തെ കുരിശുവര പ്രാർത്ഥന കുറഞ്ഞില്ലേ? കഴിഞ്ഞ 20 വർഷമായിട്ട് കുരിശുവര പ്രാർത്ഥന കുറഞ്ഞു വരികയല്ലേ? വൈകുന്നേരം കുരിശുവര പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പിള്ളേരാരെങ്കിലും പറയും ഇന്ന് 2 രഹസ്യം മതി. അത് തന്നെ അമ്മയും കേൾക്കാൻ നോക്കിയിരുന്നത്. എന്നാൽ പിന്നെ പിള്ളേർ തലയിൽ അത് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് 2 രഹസ്യത്തിന് പണി തീർക്കും. കുരിശുവരയ്ക്ക് ഇരിക്കാൻ നേരത്തെ പിള്ളേർ പറയുന്ന ക്ഷീണമാണ്, വയ്യ, കിടന്നോ മക്കളെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ദൈവത്തിൽ നിന്ന് അകലുന്നത് പാപം ചെയ്തിട്ടാകണമെന്നില്ല. പക്ഷേ അപ്രസക്തമായ കാര്യങ്ങൾ ദൈവത്തെക്കാൾ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പൂവിട്ട് പൂജിക്കുന്നത് കൊണ്ടാണ്. പലരും കുരിശുവരയ്ക്ക് വീട്ടിലിരിക്കാത്തതിന്റെ കാരണം പറയുന്നത്, അച്ചോ വൈകുന്നേരം ലേറ്റ് ആയിട്ടാണ് വരുന്നത്, പകല് മുഴുവൻ അധ്വാനമായിരുന്നു, കച്ചവടമായിരുന്നു, ജോലിയായിരുന്നു, പിന്നെയും വന്ന് കുരിശുവരയ്ക്ക് ഇരിക്കാൻ വയ്യാണ്ടായി പോകുന്നു. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാന്റെ മുമ്പിൽ ദിവസവും അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം തിരക്കുണ്ട് നിനക്കെങ്കിൽ ആ തിരക്ക് ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ല. ആ തിരക്ക് നന്മയ്ക്കുള്ള തിരക്കുമല്ല. കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ, കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ജോലി, ബിസിനസ്, എന്തിൻ്റെ കാരണം പറഞ്ഞിട്ടാണെങ്കിലും ദൈവത്തിൽ നകരാൻ നോക്കരുതേ. ഞായറാഴ്ച പലരും കുർബാന മുടക്കുന്നതിൻ്റെ കാരണം എന്താ? ട്യൂഷനാണ്, എൻട്രൻസ് കോച്ചിങ് ആണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ദൈവമേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ദൈവത്തോട് ചോദിച്ചു തുടങ്ങുമ്പോൾ, അതായത് പള്ളിക്കകത്തിരുന്നു സൗകര്യപ്പെടുമ്പോൾ ഞങ്ങൾ വന്ന് ആരാധിച്ചോളാം എന്നതാണ് നമ്മുടെ ശൈലിയെങ്കിൽ ഉറപ്പിച്ചോണം, പിശാച് ബാധയുണ്ട്.
ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ പിശാചിന്റെ സകല കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ എന്ന്, ഞങ്ങളുടെ തലമുറകളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നേരമായി. പിശാച് ബാധയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 3 സൂചനകൾ നൽകി. പിശാച് ബാധ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് റിവിഷനാണ്. ആദ്യമേ തൊട്ട് കേൾക്കാൻ കഴിയാതെ പോയവർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, സിനഗോഗിനകത്താണ് പിശാച് ബാധിതനെ ഈശോ കണ്ടത്. അതായത് പള്ളിക്കകത്തിരുന്നു എന്നതുകൊണ്ട് ആരും പിശാച് ബാധയ്ക്ക് അതീതരല്ല. പിശാച് ബാധയുള്ളവർ പള്ളിക്കകത്ത് കയറിയിരിക്കുകയും ചെയ്യാം. പിന്നെ 3 മാനദണ്ഡങ്ങൾ പിശാച് ബാധയുണ്ടോ എന്നതിൻ്റെ സൂചനകൾ. ഒന്നാമത്, ദൈവമേ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന ശൈലി. രണ്ടാമത്, ദൈവം എന്നെ നശിപ്പിക്കുമെന്ന ചിന്ത. മൂന്നാമത്തത്, എൻ്റെ ആരാധനയൊക്കെ വെറുതെ നാവിൻ്റെ അഭ്യാസം മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോൾ. കാരണം പിശാച് പറയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. പിശാച് ബാധയാണ്, വെറുതെയുള്ള ജൽപ്പനങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ, ശരിക്കും അറിഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ കുരിശിൻ്റെയും തിരുരക്തത്തിൻ്റെയും അഭിഷേകത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാചിൻ്റെ സകല കെണികളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഈശോയെ, നിന്റെ കുരിശ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ശക്തിയായിരിക്കട്ടെ. പിശാചിനെ അവൻ്റെ തന്ത്രങ്ങളോടുകൂടി നീ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. തിരുരക്തത്താലേ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് മിഖായേൽ മാലാഖയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. തിന്മയുടെ ശക്തികൾക്കെതിരെ ഊരിപ്പിടിച്ച വാളുമായി നമുക്ക് മുമ്പിൽ യുദ്ധം ചെയ്യും മിഖായേൽ മാലാഖ. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.